MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പാലക്കാട്ടെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, ക്ലാസ് ടീച്ചർക്കും പ്രധാനാധ്യാപികയ്ക്കും സസ്പെൻഷൻ. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ നടപടിയുമായി മാനേജ്മെന്റ്. ആരോപണ വിധേയയായ അധ്യാപിക ആശയെയും സ്കൂളിലെ പ്രധാനാധ്യാപിക ലിസിയെയും സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. സ്കൂൾ വിട്ട് വന്ന ഉടൻ യൂണിഫോമിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബവും വിദ്യാർത്ഥികളും രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ അയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ ഇടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. 1.5 വർഷം ജയിലിൽ കിടത്തുമെന്ന് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. കുഴൽമന്ദം പോലീസിൽ പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. ജി സുധാകരനെതിരായ അച്ചടക്ക നടപടി, പാർട്ടി രേഖ പുറത്തുവന്നതിൽ ഗൂഢാലോചന, ആർ നാസർ. ജി സുധാകരനെതിരായ അച്ചടക്ക നടപടിയുടെ പാർട്ടി രേഖ പുറത്തുവന്നതിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ജി സുധാകരന് ജാഗ്രത കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് റിപ്പോർട്ടിൽ ഉണ്ടായത്. റിപ്പോർട്ട് മറ്റാരുടെയും കയ്യിലില്ല. 4 വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തുവന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്നും ആർ നാസർ പറഞ്ഞു. എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും അന്വേഷണം നടത്തി എല്ലാം അവസാനിപ്പിച്ചതാണെന്നും നാസർ പറഞ്ഞു. അന്വേഷണം കഴിഞ്ഞിട്ട് കുറെ നാളായി. റിപ്പോർട്ട് ആര് പുറത്തുവിട്ടു എന്ന് കണ്ടുപിടിക്കുമെന്ന് നാസർ വ്യക്തമാക്കി. ആരോ ഇതിന്റെ പിന്നിലുണ്ട്. ജി സുധാകരനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിക്കുവാൻ ഗൂഢനീക്കം നടക്കുന്നതായി ആർ നാസർ ആരോപിച്ചു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്നും ജി സുധാകരൻ തിരഞ്ഞെടുപ്പ് ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങളുള്ള പാർട്ടി രേഖയാണ് പുറത്തുവന്നത്. കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയെങ്കിലും ദീർഘകാല സേവനം പരിഗണിച്ചാണ് പരസ്യശാസനയിൽ ഒതുക്കിയത് എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയും സിപിഐഎമ്മും 2026 കനത്ത തോൽവിയുണ്ടാകുമെന്ന വിഭ്രാന്തിയിൽ. പോകുന്ന പോക്കിൽ എല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണ് വി.ഡി. സതീശൻ. 2026 കനത്ത തോൽവിയുണ്ടാകുമെന്ന തിരിച്ചറിവുണ്ട് LDFനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കടകംപള്ളി തനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. ഞാൻ പേടിച്ചുപോയി. 2026 കനത്ത തോൽവിയുണ്ടാകുമെന്ന തിരിച്ചറിവുണ്ടവർക്ക്. അതിന്റെ വിഭ്രാന്തിയാണ് കാണിച്ചു കൂട്ടുന്നതൊക്കെയും. അയ്യപ്പ സംഗമവും മോഹൻലാലിനുള്ള സ്വീകരണവും ഉൾപ്പെടെ കോടികളെറിഞ്ഞ് നടത്തുകയാണ്. പോകുന്ന പോക്കിൽ എല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണെന്നും വി.ഡി. സതീശൻ. സ്വർണ്ണപ്പാളിക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് പ്രതിയെങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരെ ആരും ഇതുവരെ കേസ് കൊടുത്തില്ല? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവന്നത് അയ്യപ്പനാണ് എന്നതാണ് വിശ്വാസിയായ തന്റെ ഉറച്ച വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടതി ഇപ്പോൾ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി അടിച്ചുമാറ്റുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോടിക്കണക്കിന് രൂപയ്ക്ക് സ്വർണ്ണപ്പാളി ഒരു വ്യവസായിക്ക് വിറ്റുവെന്നും ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. തനിക്കെതിരായി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിനെ നേരിടുമെന്നും പറഞ്ഞത് തെളിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് MP നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ആലുവയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈബി ഈഡൻ MP, MLAമാരായ അൻവർ സാദത്ത്, റോജി M. ജോൺ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ സന്നിഹിതരായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി BJP. മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും മുതിർന്ന നേതാക്കളും പ്രചാരണത്തിനായി ബീഹാറിലെത്തും. JDU മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗം പൂർത്തിയാക്കി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് BJP കടന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രചാരണത്തിനായി ബീഹാറിലെത്തി. ദനാപൂരിലും സഹർസയിലും റാലികളിലും പൊതുസമ്മേളനങ്ങളിലും പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ NDAയുടെ പ്രചരണത്തിനായി ബീഹാറിലെത്തും. ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി, മന്ത്രി നിതിൻ നബീൻ ഉൾപ്പെടെ BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിതീഷ് കുമാർ സർക്കാരിന്റെ നേതൃത്വത്തിൽ
ബീഹാർ വികസനങ്ങൾ കൈവരിച്ചുവെന്നും NDA തന്നെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ് പറഞ്ഞു. 101 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം JDUവും പൂർത്തിയാക്കി. KC വേണുഗോപാൽ ആരെന്ന് ബേബിയോട് ചോദിച്ചാൽ മതി. EP ജയരാജന്റെ ഭീഷണി വില പോകില്ല. കോഴിക്കോട് DCC പ്രസിഡന്റ്. EP ജയരാജന്റെ ഭീഷണി വില പോകില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. കണ്ണൂരിലെ ജീർണിച്ച രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരുവാൻ അനുവദിക്കില്ല. KC വേണുഗോപാൽ ആരെന്ന് ജയരാജൻ MA ബേബിയോട് ചോദിച്ചാൽ മതി. പോലീസിന് എതിരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന ആരോപണം അടിസ്ഥാനമില്ലാത്തത്. പോലീസിന്റെ ഗ്രാനേഡും ടിയർ ഗ്യാസുമാണ് പൊട്ടിത്തെറിച്ചത്. വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ട്. ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പ്രവീൺകുമാർ വ്യക്തമാക്കി. ഷാഫി പറമ്പിലിൽ MPക്കെതിരെ ഭീഷണി പ്രസംഗവുമായി EP ജയരാജൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. സൂക്ഷിച്ച് നടന്നാൽ മതിയെന്നും മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയുള്ളൂ എന്നുമായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ഷാഫി MP ആയത് നാടിന്റെ കഷ്ടകാലമാണെന്നും അഹംഭാവവും ധിക്കാരവുമൊക്കെ കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതിയെന്നും EP ജയരാജൻ വിമർശിച്ചു. ലാത്തി കൊണ്ട് ഏത് പോലീസുകാരനാണ് ഷാഫിയെ തല്ലിയതെന്നും EP ചോദിച്ചു. ബോംബെറിഞ്ഞിട്ടും സമാധാനമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും EP ജയരാജൻ പറഞ്ഞു. ഷാഫി പറമ്പലിന് പരിക്ക് പറ്റിയെങ്കിൽ ഉത്തരവാദി UDF ആണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. മൂക്കിന് സർജറി കഴിഞ്ഞ ആൾ എങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമെന്നും എല്ലാ തെളിവുകളും പോലീസ് പരിശോധിക്കണമെന്നും TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കൂടാതെ അദ്ദേഹം റൂറൽ SPക്ക് നേരെയും പരോക്ഷ വിമർശനം ഉന്നയിച്ചു. ഷാഫി അക്രമികളോടൊപ്പം ചേർന്ന് പോലീസിനെ ആക്രമിക്കുവാൻ നേതൃത്വം നൽകിയെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. അക്രമി സംഘം പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. കൊല്ലാനും അതുവഴി കലാപമുണ്ടാക്കുവാനുമായിരുന്നു UDF ശ്രമിച്ചതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാൽ വിൽപ്പനക്കാരിയുടെ മാല മോഷ്ടിച്ചു. പാലക്കാട് SDPI പ്രവർത്തകൻ പിടിയിൽ. മാല മോഷണ കേസിൽ പാലക്കാട് തേങ്കുറിശ്ശിയിൽ SDPI പ്രവർത്തകൻ പിടിയിലായി. കൊടുവായൂർ സ്വദേശി ഷാജഹാനാണ് പോലീസിന്റെ പിടിയിലായത്. തേങ്കുറിശ്ശിയിൽ പാൽ വിൽപ്പനക്കാരിയായ വയോധികയുടെ മാല പൊട്ടിച്ച കേസിലാണ് അറസ്റ്റ്. 1 പവൻ മാലയാണ് ഷാജഹാൻ കവർന്നത്. ഈ മാസം 10-നാണ് സംഭവമുണ്ടായത്. 5 വർഷത്തോളം SDPI കൊടുവായൂർ യൂണിറ്റ് പ്രസിഡന്റായിരുന്നു ഷാജഹാൻ. പാൽ വിൽപ്പനയ്ക്കായി പോവുകയായിരുന്ന വയോധികയുടെ പിന്നിലൂടെ ബൈക്കിലെത്തിയാണ് ഇയാൾ മാല കവർന്നത്. മാല നഷ്ടമായതോടെ വയോധിക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷാജഹാന് പിടിവീണത്. കൊടുവായൂരിലെ SDPI യൂണിറ്റ് പ്രസിഡന്റായിരുന്നു ഇയാൾ ഏറെക്കാലം. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നെന്മാറ സജിത വധക്കേസ് പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. പ്രതി ചെന്താമരയെ ഓൺലൈനായാണ് ഹാജരാക്കിയത്. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി കെന്നെത്ത് ജോർജ് മുൻപാകെ വാദം പൂർത്തിയായി. വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതേ കേസിന് പിന്നാലെ ഇരട്ടക്കൊല നടത്തിയത് പ്രോസിക്യൂഷൻ കോടതിയിൽ സൂചിപ്പിച്ചു. പരോൾ പോലും അനുവദിക്കാതെ ശിക്ഷിക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. ഇരട്ടക്കൊലപാതകം ഈ കേസുമായി കൂട്ടിക്കെട്ടരുതെന്നും പ്രതിഭാഗം വാദിച്ചു. സമൂഹത്തെ ബാധിക്കുന്ന കേസല്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഒരു തെളിവുമില്ലാത്ത കേസാണിതെന്നും പ്രതിഭാഗം വാദിച്ചു. ചെന്താമര മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ലെന്നും പെറ്റി കേസും പോലുമില്ലാത്ത ആളാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഭാര്യ പിണങ്ങിപ്പോകുവാനും കുടുംബം തകരുവാനും കാരണം സജിതയാണെന്ന് ആരോപിച്ചാണ് 2019 ഓഗസ്റ്റ് 31 ചെന്താമര ക്രൂരകൃത്യം നടത്തിയത്. ഭാര്യയും മക്കളും തന്നെ വിട്ടുപോയതിന് കാരണം സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടെ സജിതയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ ഉൾപ്പെടെ 67 പേർ സാക്ഷികളാണ്. കേസിൽ നിർണായകമായത് സജിതയുടെ വീട്ടിൽ കണ്ട ചെന്താമരയുടെ കാൽപ്പാടുകളാണ്. സജിത കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ജനുവരിയിലാണ് ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ, ഭർതൃമാതാവ് ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.